ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഉണ്ണിമങ്ങാട് കണ്ണനോടൊപ്പവും കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട പാപ്പാൻ രാജേഷിനോടൊപ്പമാണ്. 4 വർഷമായി രാജേഷ് കണ്ണനോടൊപ്പമുണ്ട്. കണ്ണന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കണ്ണനെ സംബന്ധിച്ച് ഒരുപാട് ആത്മവിശ്വാസത്തോടെയാണ് രാജേഷ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. നമുക്കത് രാജേഷിനോട് തന്നെ ചോദിക്കാം. നേരത്തെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ഒരു കല്ല് എടുത്ത് വെച്ചാൽ മതി, ഒന്നുമില്ലെങ്കിലോ അവൻ അവിടെ തന്നെ നിന്നോളൂ, അത്ര ആത്മവിശ്വാസമാണ്. ഈ 4 വർഷം കൊണ്ട് കണ്ണനെ രാജേഷ് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും ഒരു സൈലന്റ് ആനെ ഞാൻ കണ്ടിട്ടില്ല. ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു എവിടെയെങ്കിലും ഒരു ചെറിയ ഇത് മതി, ഇത് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നോളൂ, ഒന്നും വേണമെന്നില്ല. വളരെ ശാന്ത സ്വഭാവമാണ്. പിന്നെ അതിന്റെ സമയത്തിന് തിന്നാനുള്ള തീറ്റി വേണമെന്നേ ഉള്ളൂ. എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ട് അതിനെ കൊണ്ട് ഉണ്ടായിട്ടില്ല. എത്ര വർഷമായി ഈ പാപ്പാൻ എന്നുള്ള മേഖലയിലേക്ക് വന്നിട്ട്? 15 വർഷത്തോളം. കുടുംബത്തിൽ ആരെങ്കിലും മുൻപ് ആദ്യമായിട്ടാണോ? അപ്പോൾ എന്താണ് ഇതിലേക്ക് വരാൻ കാരണം? എന്താണ് സംഭവം? കുഞ്ഞിലോട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പഠിക്കാനൊന്നും ഒരുപാട് പോയിട്ടില്ല. 10ാം ക്ലാസ് ചാടിയതാണ്. അതിന് മുമ്പേ ചാടി, 9ാം ക്ലാസ്സിലെ ചാടി. ഒരുപാട് തല്ലൊക്കെ കിട്ടി. എല്ലാ ആനയും ഒരുപോലെയല്ല. ചില ആനകൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതേപോലെ സ്നേഹിക്കും. പക്ഷെ എല്ലാ ആനയും ചിലർ വയലന്റ് ആണ്. വയലൻസ് ആന എടുത്ത് നമുക്ക് സ്നേഹം കൊണ്ട് നടക്കത്തില്ല. കണ്ണനിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ചതുപോലെ തന്നെയാണ്. അവനെ ഓറടിച്ചു കഴിഞ്ഞാൽ അവനും വയലന്റ് ആവും. പക്ഷെ അവനെ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇഷ്ടപ്പെട്ട എന്താണ് ആഹാര രീതിയിൽ? ആനകൾക്ക് പൊതുവെ അതിന്റെ ഭക്ഷണം അവന് പനമ്പട്ടി തന്നെ ഇഷ്ടം. അവൻ നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും അവൻ കഴിക്കും. അവൻ ബിരിയാണി കൊടുത്താൽ ബിരിയാണി വരെ കഴിക്കും. കൊണ്ടുവരുമ്പോൾ നമുക്കൊന്ന് തൊടാനും ഒക്കെ നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അത് സാധിച്ചിട്ടില്ല. ഇവിടെ വന്നാൽ ഇത്രയും ഇതായിട്ട് കാണുന്നത് ആനെ. ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൊച്ചിലെ കൂടെ ആന വരുമ്പോഴും കൂടെ പോകും. ഞാൻ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാ?